പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു കഥയാണ്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. ഞാൻ ബിജു. എനിക്ക് 22 വയസ്സുണ്ട്. പഠിത്തമെല്ലാം കഴിഞ്ഞ് 4-5 മാസം കൊണ്ട് ഓരോ ജോലിയും നോക്കി നടന്നു. ഒന്നും നടന്നില്ല. അങ്ങനെ കുറച്ചുനാൾ വീട്ടിൽ നിന്ന് മാറി അമ്മാവന്റെ വീട്ടിൽ നിൽക്കുവാണ് ഇപ്പോൾ. ആദ്യമൊക്കെ വട്ടച്ചെലവിന് വീട്ടിൽ നിന്ന് പൈസ വാങ്ങുമായിരുന്നു. 1 മാസം കൊണ്ട് വീട്ടിൽ പൈസ ചോദിക്കാൻ ഒരു മടി. അങ്ങനെ അമ്മാവന്റെ വീടിനടുത്തുള്ള ഒരു മേസ്തരിയുടെ കൂടെ മൈക്കാട് പണിക്ക് പോകാൻ തുടങ്ങി. പണിക്ക് പോകാൻ തുടങ്ങിയത് പിന്നെ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. 8 മണിക്കാണ് പണി. എല്ലാ ദിവസവും സിമെന്റുമായിട്ട് മൽപിടുത്തം തന്നെ. പണി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇതിനിടയിൽ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കഞ്ഞിയും, ഉച്ചയ്ക്കൊരു 1:30 ഊണും, വൈകിട്ട് 4 മണിയാകുമ്പോൾ ചായയും കടിയും കിട്ടും. ദിവസം 1000 രൂപ. അതാണ് കൂലി. അതുകൊണ്ട് അമ്മാവന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ചെലവൊക്കെ നടക്കും. ഡെയിലി പണിക്ക് പോകുന്നതുകൊണ്ട് നല്ല ബോഡിയൊക്കെ ഫിറ്റാണ്. അങ്ങനെ എന്നത്തെയും പോലെ ഇന്നും ബൈക്ക് എടുത്ത് പണി സൈറ്റിലേക്ക് പോയി. പണിക്കാകെ 9 പേരാണുള്ളത്. മേശരിയും മൈക്കാടും ഉൾപ്പെടെ അതിൽ 6 പേർ ആണുങ്ങളും 3 പേർ പെണ്ണുങ്ങളുമാണ് പണിക്കാര്. അതിൽ 4 പേർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരാൾ എന്നും വന്നു പോകുന്നതാണ്. എല്ലാവരും ദിവസവും പണിക്ക് വരുന്നതുകൊണ്ട് അധികം പ്രായം ആർക്കും തോന്നിക്കത്തില്ല. ഞാൻ സൈറ്റിൽ ചെല്ലുമ്പോൾ ആരും വന്നിട്ടില്ല. ഞാനാണ് ആദ്യം വന്നത്. ഡ്രസ്സ് മാറുവാൻ വേണ്ടി അവിടെയുള്ള റൂമിൽ ചെന്നപ്പോൾ സീമ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കയറി ചെന്നതും കണ്ണു തുടച്ചിരിക്കുന്നതാണ് കണ്ടത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ചേച്ചി, ഒരു ഉഷാറില്ലല്ലോ ഇന്ന്? കാര്യം ഒന്നിച്ചു പണിയുന്നതാണെങ്കിലും ചേച്ചി പെണ്ണുങ്ങളോട് ഒഴിച്ച് അധികം ആരോടും മിണ്ടാറില്ല. ബാക്കി 2 പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ വരികയുള്ളൂ. ചേച്ചിയും എന്ന് നേരത്തെ തന്നെ പണിക്ക് വരുന്ന കൂട്ടത്തിലാണ്. എന്നെ കണ്ടതും സീമ ചേച്ചി ചെറുതായി ഒന്ന് ചിരിച്ചു. ഏയ്, ചുമ്മാതിരിക്കുക, പണി തുടങ്ങിയാൽ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അധികം മിണ്ടാത്ത കൂട്ടത്തിലുള്ളതിനാൽ ഞാനും അധികം ഒന്നും ചേച്ചിയോട് മിണ്ടാൻ പോയില്ല. അവിടെ നിന്നും ഡ്രസ്സ് മാറി ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷെ ചേച്ചിയുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തിരിച്ചു കയറി ചെന്ന് എന്താണ് കാര്യം, എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം ചേച്ചി പറഞ്ഞു, ഏയ് ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ ഞാൻ വിട്ടില്ല ചേച്ചിയെ. അവസാനം ചേച്ചി പറഞ്ഞു, വീട്ടിൽ എന്നും പ്രശ്നമാടാ. എന്താണ് കാര്യം ചേച്ചി? ഞാൻ ചോദിച്ചു. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ തോള് വരെ കാണും ചേച്ചിയുടെ പൊക്കം. നല്ല വണ്ണമുണ്ട്. പണ്ട് വിവാഹം കഴിഞ്ഞ് ഇവിടേക്ക് വന്നതാണ്. ഏകദേശം വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10-20 വർഷം കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും മക്കളൊന്നും ആയിട്ടില്ല ചേച്ചിക്ക്. 20 വയസ്സുള്ളപ്പോൾ വീട്ടുകാർ പിടിച്ച് ഒരു 35 വയസ്സുള്ള ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് ഒരു 10-40 വയസ്സ് പ്രായം കാണും. പക്ഷേ ഇപ്പോൾ ചേച്ചിയെ കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നുകയില്ല കേട്ടോ. കൂടിപ്പോയാൽ ഒരു 32-35 വയസ്സൊക്കെ തോന്നിക്കുകയുള്ളൂ. മക്കളില്ലാത്ത വിഷമം നന്നായിട്ടുണ്ട് ചേച്ചിക്ക്. അങ്ങനെ ചേച്ചി പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 4-5 വർഷം അധികം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ മക്കൾ ഉണ്ടാകാത്ത കാര്യം അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയായത്. കാരണം അയാൾക്ക് ആദ്യമേ കുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതറിഞ്ഞപ്പോൾ തൊട്ട് കുടി കൂടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പണിക്ക് പോകുന്നതും നിർത്തലാക്കി. ഇപ്പോൾ ചേച്ചി പണിക്ക് പോയത് കൊണ്ടാണ് അവർ 2 പേരും കഴിയുന്നത്. എന്നും ചേച്ചിക്ക് ജോലിക്കൂലി കിട്ടുന്നത് അയാൾ കുടിക്കുവാൻ വേണ്ടി കൊണ്ടുപോകും. പിന്നെ രാത്രി കയറി വന്ന് ഒരു മുറിയിൽ കയറി കിടക്കും. അടുത്തെങ്ങാനും ചെന്നാൽ പിന്നെ തല്ലും ബഹളവും ഒക്കെയാകും. ചേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, സാരമില്ല ചേച്ചി, എല്ലാം ശരിയാവും. ആ, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ആർക്കും എന്റെ കാര്യം അറിയണ്ടല്ലോ, സാരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഞാൻ ഇന്ന് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. കാര്യം എന്താണ് എന്ന് ചോദിക്കാമെന്നും പറഞ്ഞു. ഓ വേണ്ട, ചേച്ചി അത് പറഞ്ഞെങ്കിലും ഞാൻ തർപ്പിച്ചു പറഞ്ഞു, ഇന്ന് ഞാൻ ചേച്ചിയെ കൊണ്ടുപോകും. ശേഷം പുറത്തിറങ്ങി ബാക്കിയുള്ള കാര്യം ശരിയാക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും എത്തി. അങ്ങനെ പണി തുടങ്ങി. ചേച്ചി എന്നോടൊന്നും മിണ്ടാതെ പണിയെടുത്തുകൊണ്ടിരുന്നു. സാധാരണ കഞ്ഞി കുടിക്കുന്ന സമയത്താണെങ്കിലും മിണ്ടാറുള്ളതാണ്. ഇന്ന് അതുമില്ല. അങ്ങനെ 5 മണിയായപ്പോൾ പണി നിർത്തി ഞങ്ങൾ കയ്യും കാലും കഴുകാൻ പോയി. അവർ എല്ലാവരും ഇറങ്ങി. ചേച്ചിക്ക് വീട്ടിൽ പോകുവാൻ താല്പര്യമില്ല എന്ന്
ആ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലായി. ഞാൻ കയ്യും കാലും കഴുകി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ചേച്ചിയോട് പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ചേച്ചി വന്നതും ഞാൻ പറഞ്ഞു, ചേച്ചി ബൈക്കിൽ കയറ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ചേച്ചിയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. എന്റെ വീടും കഴിഞ്ഞ് പോണം ചേച്ചിയുടെ വീട്ടിലേക്ക്. ഓ, ഇത്രയും ദൂരം ചേച്ചി നടന്നാണ് രാവിലെ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്ര രാവിലെ ഇറങ്ങിയാണ് ചേച്ചി പണിക്ക് വരുന്നതെന്ന്. ഞാനിപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ഇനി എന്നും ഞാൻ ചേച്ചിയെ പണിക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ചേച്ചി ഒന്നും മിണ്ടാതെ എന്റെ പിറകിലിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ പൈസ ആൾ കുടിക്കാൻ കൊണ്ടുപോയി. ഇന്നിനി വൈകിയേ വരത്തുള്ളൂ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു ചേച്ചി. ഞാനത് കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്നു. വീടിന് ചുറ്റും അധികം വീടുകളൊന്നും തന്നെ ഇല്ല. അകത്തേക്ക് കയറിയാണ് ചേച്ചിയുടെ വീട്. പതിയെ താക്കോലെടുത്ത് ചേച്ചി വീട് തുറന്നു. അകത്ത് കയറി. പിന്നാലെ ഞാനും കയറി. വീട് മൊത്തം 4 മുറിയുണ്ട്. 2 ബെഡ്റൂമും 1 ഹാളും 1 അടുക്കളയും. അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല ആ വീടിന്. ബാത്റൂം പുറത്താണ്. അപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. ചേച്ചി കുളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരുന്നോളാം എന്ന് ഞാൻ ചേച്ചി എടുത്തു പറഞ്ഞു. ചേച്ചി പോയി തോർത്തും ഡ്രസ്സും എടുത്ത് കുളിക്കുവാൻ കയറി. ഞാൻ അടുക്കളയിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. അവിടെ 2-3 ദിവസത്തേക്കുള്ള പച്ചക്കറിയും അരിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കുറഞ്ഞ അളവിലുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ചേച്ചിയാണെങ്കിൽ കുളിച്ചേച്ചു വന്നു. അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ ആ രൂപം ശ്രദ്ധിക്കുന്നത്. നല്ല വണ്ണമുള്ള ആ ശരീരത്തിൽ അകത്തൊന്നും ഇട്ടിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നൈറ്റിയാണ് ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്സ്. തലയിൽ തോർത്തും കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡ്രസ്സെല്ലാം കൂടി അലക്കാനായിട്ട് കല്ലിൽ കൊണ്ടിട്ട ശേഷം ചേച്ചി അടുക്കളയിൽ വന്ന് സോപ്പ് എടുത്തുകൊണ്ട് പോയി തുണി അലക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ വീടിന് ചുറ്റും അങ്ങനെ ചുമ്മാതെ നടന്നു. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് വന്നു. കുടിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹം റൂമിൽ കയറി കിടന്നു. ഞാൻ അയാളുടെ മുറിയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ചേച്ചി എന്നെ തടഞ്ഞു നിർത്തി വേണ്ട എന്ന് പറഞ്ഞു. നീ വീട്ടിൽ ചെന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ മൂളി. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം, നിനക്കുള്ള അരി കൂടി ഇട്ടിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചി ഒന്ന് കുളിക്കണം. അപ്പോൾ ചേച്ചി മുടിയിൽ കെട്ടി തോർത്തഴിച്ച് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ താണ്ട് ഇവിടെ പോയി കുളിച്ചോ. എന്നിട്ട് ചെറിയതായിട്ടൊരു ചിരി ചിരിച്ചു ചേച്ചി. ഞാൻ ഡ്രസ്സ് അഴിച്ച് തോർത്തു കൊടുത്ത് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ ചേച്ചിയുടെ മണം നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ അവിടെ നിന്നും കുളിച്ചിറങ്ങി മുറിയിലേക്ക് കയറി ഡ്രസ് ധരിച്ചു. അപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞു, ഇത് മുഷിഞ്ഞതല്ലേ, നീ ഇതെടുത്തോ എന്ന് പറഞ്ഞൊരു മുണ്ടെടുത്ത് തന്നു. നാളെ ജോലിക്ക് വരുമ്പോൾ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയി. ഈ സമയം അമ്മേ എന്നൊരു വിളി കേട്ടു ആ മുറിയിൽ നിന്ന്. ഇത് ചേച്ചിയുടെ ശബ്ദമാണല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിച്ചെന്നപ്പോൾ ചേച്ചി നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ആൾ ചേച്ചിയെ ഒരടി കൊടുത്തെന്ന് എനിക്ക് മനസ്സിലായി. ആളാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിന്നില്ല. നേരെ ചെന്ന് ചേച്ചിയെ വാരി അങ്ങെടുത്തു. മാറോട് ചേർത്ത് എടുത്തുകൊണ്ടുപോയി. ചേച്ചി എതിർത്തൊന്നും പറഞ്ഞില്ല. ചേച്ചി ഒരു കൈകൊണ്ട് കണ്ണുകൾ രണ്ടും തുടച്ചുകൊണ്ടിരുന്നു. പയ്യെ ഞാൻ ചേച്ചിയെ അടുക്കളയുടെ സ്ലാബിൽ കൊണ്ടിരുത്തി. കണ്ണു തുടച്ചു കൊടുത്തു. മാർദ്ദവമുള്ള ആ കവൾ നല്ല രീതിയിൽ ചുവന്ന് തുടുത്ത് കിടക്കുന്നു. ഞാനാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് പതിയെ ചേച്ചിക്ക് വാരി കൊടുത്തു. കൂടെ ഞാനും കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ചേച്ചി എന്നെ ഒന്ന് നോക്കി കരയുന്നുണ്ടായിരുന്നു. ഇടയിൽ ചേച്ചി എന്റെ ഷർട്ടിൽ പിടിച്ച് എന്റെ മാറോട് തല ചേർത്ത് കിടന്നു. ഞാൻ ചേച്ചിയുടെ തല അവിടെ നിന്ന് മാറ്റി ഒരു കൊച്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ചേച്ചിയെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചു. കൂടെ ഞാനും കഴിച്ചു. ആഹാരം കഴിക്കുന്നതിനിടയിൽ ചേച്ചി എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചേച്ചി എന്റെ ഷർട്ടിൽ പിടിച്ച് എന്റെ നെഞ്ചത്തേക്ക് തല ചേർന്ന് കിടന്നു. ഞാൻ ചേച്ചിയുടെ തല പിടിച്ച് ഒരു കൊച്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ചേച്ചിക്ക് വാരി കൊടുത്തു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് സ്ലാബിൽ നിന്ന് ഇറങ്ങാൻ പോയ ചേച്ചിയെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പാത്രങ്ങളെല്ലാം ഞാൻ തന്നെ കഴുകി വെച്ചു. അപ്പോഴേക്കും സമയം രാത്രി 9 മണിയായി. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ പണിയില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി നന്നായി ഒന്ന് ഉറങ്ങണം. അതും വിചാരിച്ച് ഞാൻ ഇറങ്ങുകയാണെന്ന് ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയും എന്നെ ഇട്ടേച്ചു പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ ഞാനിവിടെ നിൽക്കാം. ഞാൻ ചേച്ചിയുടെ അടുത്ത് സ്ലാബിൽ കയറിയിരുന്നു. പെട്ടെന്നാണ് ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചത്. പുറത്താണെങ്കിൽ മഴ പെയ്യാനും ആരംഭിച്ചിരുന്നു. ഞാൻ ചേച്ചിയുടെ ചെവിയിൽ പതുക്കെ ചോദിച്ചു,
ഞാൻ പോകണ്ടായോ? ചേച്ചി തല എന്റെ നെഞ്ചിൽ ഉരച്ചിട്ട് പറഞ്ഞു, വേണ്ട. ചേച്ചി എന്നെയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് നടന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. ആ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി, പരസ്പരം ഇഴുകിച്ചേർന്നു. സമയം കടന്നുപോയി. ഞാൻ ചേച്ചി വിട്ടു പോകില്ല. ഞാനാണിനി എന്റെ സീമയുടെ ഭർത്താവ്. ചേച്ചി എന്നെ വരിഞ്ഞു മുറുക്കി, എന്നിട്ട് മൂളി. എന്നെ കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നു. അപ്പോഴേക്കും പുറത്തു മഴയുടെ ശക്തി പൂർവാധികം ശക്തി പ്രാപിച്ചിരുന്നു.